സന്തോഷം മാറുന്നതിന് വേണ്ടി ഇത്രയും കഠിനവ്രതം എടുക്കുന്ന നീ എന്തിനാ എന്നെ ഒഴിവാക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അത് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ ജഗന് മറ്റെന്തും. ചന്ദ്രു ഇപ്പൊ അവിടെ എന്ത് ചെയ്യുകയാവും? എന്നെ കാണാതെ പാവം ഒത്തിരി സങ്കടപ്പെടുന്നുണ്ടാവും. അല്ലെങ്കിൽ തന്നെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കാൻ ചന്ദ്രുവിനോളം പോന്ന ഒരു പെണ്ണ് ഈ ഭൂമിയിലുണ്ടാവില്ല. ചന്ദ്രു ആയിരിക്കും. ഇതേതോ പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ സാർ, ഞാൻ ബൈജു ആണ്, ഇൻഷുറൻസ് ഏജന്റ്. പുതിയ പോളിസിക്കാണെങ്കിൽ ഇപ്പൊ നടക്കില്ല ബൈജു. സാർ, ഞാൻ പുതിയ പോളിസിക്കല്ല വിളിച്ചത്. ഇരുപത് കൊല്ലം മുമ്പ് എടുത്ത പോളിസി ഈ 14-ാം തീയതി മെച്ചുവർ ആവും. പോളിസി ഈ 14-നാണോ മെച്ചുവർ ആവുന്നത്? അതെ സാർ. പറഞ്ഞത് നന്നായി, ഞാൻ അറിഞ്ഞില്ല. ഡോക്യുമെന്റ്സ് ഒക്കെ സാർ എടുത്തു വെച്ചോ. 5 ലക്ഷം രൂപ ഈ വ്യാഴാഴ്ച തന്നെ കയ്യിൽ വാങ്ങാം. 5 ലക്ഷം രൂപ വ്യാഴാഴ്ച കിട്ടുമെന്നോ? 5 ലക്ഷം രൂപ. ഇത്രയും കാലം ആ പോളിസി മുടങ്ങാതെ അടയ്ക്കാൻ ബുദ്ധിമുട്ടിയെങ്കിലും ഇപ്പോ 5 ലക്ഷം രൂപ കയ്യിൽ കിട്ടുമെന്ന് അറിഞ്ഞപ്പോ വല്ലാത്തൊരു ആശ്വാസവും സന്തോഷവും ഉണ്ട്. കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഹലോ സാറേ, ഞാൻ സാറിന്റെ വീട് പണിയുന്ന കോൺട്രാക്ടറാ. അറിയാടോ, എപ്പോഴെപ്പോഴും താനിങ്ങനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കോൺട്രാക്ടറാണ്, കോൺട്രാക്ടറാണ്. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലല്ലോ എന്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന്. ഞാൻ വീട് പണിയുന്ന കാര്യം എന്റെ ഭാര്യയ്ക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ഇവിടെ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാൽ കണ്ണേറ് കിട്ടും. വീട് പണി കോൺട്രാക്ട് വന്നിട്ട് സാർ തിരിഞ്ഞു നോക്കാതിരുന്ന എങ്ങനെ ശരിയാവും? പണിയൊക്കെ പെൻഡിങ്ങാ. എനിക്ക് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? പണി നിർത്തണ്ട, കാശ് ഞാൻ ഉടനെ എത്തിച്ചേക്കാം. ഉടനെ തരാന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. എനിക്കറിയാം സാറിന്റെ കയ്യില് ക്യാഷ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അഡ്വാൻസായി പൈസ തരാൻ സാറിന് വിശ്വാസക്കുറവുണ്ടാ? ഏയ് അതൊന്നുമല്ല. തന്നെ എനിക്ക് നല്ല വിശ്വാസ. അതുകൊണ്ടല്ലേ 100 കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിട്ടും തന്നെ ഞാൻ വർക്ക് ഏൽപ്പിച്ചത്. അതൊക്കെ ശരിയാ. സാറിന് എന്നെ വിശ്വാസമല്ലെങ്കിൽ പണി തീർത്തു തന്നാ സാർ എനിക്ക് പൈസ തരുമെന്ന് എന്താ ഉറപ്പ്? താൻ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. 2 ദിവസത്തിനകം തനിക്ക് ഞാൻ പൈസ തരാം. താൻ ഫോൺ വെച്ചേ. പിന്നെ കാശ് വാങ്ങിച്ച ശേഷം എന്റെ വീടിന്റെ പണിയില് എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാല് തന്നെ ഞാൻ കോടതിയേറ്റും. തന്ന പണം മുഴുവനും ഞാൻ തിരിച്ചു വാങ്ങിച്ചിരിക്കും. അതുകൊണ്ടേ കൂടുതൽ അഭ്യാസം കാണിക്കാതെ താൻ ഫോൺ വെച്ചേ. 2 ദിവസം കഴിയുമ്പോഴേ തന്റെ ഫോണില് ക്ലിങ് ഒരു സൗണ്ട് കേൾക്കും. എന്റെ കാശ് തന്റെ അക്കൗണ്ടിൽ വന്നതിന്റെ ശബ്ദം. വെക്കണോ? ശരി. അച്ഛന്റെ പോളിസി തുക മെച്ചോർഡായി. 5 ലക്ഷം രൂപ. അത് കിട്ടിയാല് വീട് പണിക്ക് വേറെ പണം അന്വേഷിക്കണ്ട. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? നിനക്കെന്താ ഇവിടെ കാര്യം? അമ്മായിയമ്മയെ മരുമോൾ എത്രത്തോളം പീഡിപ്പിക്കുന്നെന്ന് തെളിവെടുക്കാൻ അമ്മായിയപ്പൻ അയച്ച ദൂതനായിരിക്കും.
പൊട്ടനാണേലും ന്യൂസ് പിടിക്കാൻ ആള് ബഹുമെടുക്കാനാണല്ലോ. എന്റെ കർണത്തടിക്കാൻ ധൈര്യപ്പെട്ടവനെ ഈ തെണ്ടി. ഇവനെയാണോ വീട്ടിൽ കയറ്റിയിരുന്ന് സൽക്കരിക്കുന്നേ? പച്ച വെള്ളം പോലും കൊടുക്കാൻ പാടില്ല ഈ തെണ്ടിക്ക്. മോനെ എന്തൊക്കെയാ പറയുന്നത്? പിന്നെ നിന്റെ ഏട്ടന് ഏട്ടനോ? ഏതർത്ഥത്തിലാ ഈ തിരുവിതണ്ടി മനോജിന്റെ ഏട്ടനാവുന്നേ? നിങ്ങൾ പ്രസവിച്ചതാണോ ഇവനെ? അതോ മനോജിന്റെ അച്ഛൻ മാധവൻ നായരുടെ ജാരസന്തതിയോ? ഹരിതേ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. പറഞ്ഞു പോകുന്ന സ്പീഡില് പിൻവലിക്കാൻ പറ്റിയെന്ന് വരില്ല. സഹോദരങ്ങളാകാൻ ഒരു വയറ്റിൽ തന്നെ പിറക്കണമെന്നില്ല. അമ്മയുടെയും കൂടെപ്പിറപ്പിന്റെയും സുഖവിവരം അന്വേഷിക്കാൻ വന്നവനാ വിനു. ഞാൻ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചതാ. കൊള്ളാം, നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചത്രേ. കണ്ണി കണ്ട തെരുവ് തണ്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ തള്ളയുടെ ഊട്ടുപുര ഫണ്ടിന്നാണോ ഇവിടെ ചെലവ് നടത്തുന്നേ? ഇവിടെ ചെലവ് നടത്തുന്നത് ഞാനാ. എന്റെ അറിവും സമ്മതവും ഇല്ലാതെ ഇവിടെ ഒരു സദ്യ വിളമ്പലും വേണ്ട.